നിവാസികൾക്കും ഒരേ നിറം നൽകുക എന്നൊരു തീരുമാനം കൂടി അയോധ്യ നിവാസികൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അയോധ്യ മുഴുവൻ ഒരു കാവി കടലായി നിൽക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നമുക്ക് കാണാം. ഗൗതം പറഞ്ഞത് പോലെ തന്നെ അയോധ്യ നിവാസികൾ എല്ലാവരും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായുള്ള കാത്തിരിപ്പിലാണ്. രാമക്ഷേത്രം നാടിന് സമർപ്പിക്കാനുള്ള കാത്തിരിപ്പിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പ്രധാന സേവകനെ വരവേൽക്കാൻ അവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും മറുഭാഗത്ത് ചില രാഷ്ട്രീയ തൽപരകക്ഷികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ സഖ്യത്തിലെ ചില കക്ഷികളടക്കം ഇതിനെതിരെയുള്ള വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വിമർശനങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ജാതിക്കും മതത്തിനും ഉപരിയായിട്ടുള്ള ഒരു സമീപനമാണ് അയോധ്യ നിവാസികൾ സ്വീകരിക്കുന്നത്, അല്ലേ? അവിടുത്തെ മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ പോലും രാമക്ഷേത്രം ഉയരുന്നതിനെ അത്രത്തോളം സ്വാഗതം ചെയ്യുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ അവിടെ എത്തിയിരിക്കുകയാണ്. അവരുടെ വീടുകൾക്ക് പോലും കാവി നിറം നൽകിക്കൊണ്ട് ഈ അയോധ്യയുടെ ആഘോഷത്തിൽ പങ്കാളികളാവുകയാണല്ലേ? അത് തന്നെയാണ്. അതായത് 500 വർഷത്തെ കാത്തിരിപ്പാണ് KP അയോധ്യ നിവാസികളെ സംബന്ധിച്ചിടത്തോളം. അതായത് രാമക്ഷേത്രം തിരികെ പിടിക്കുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ